ഞാൻ വെച്ച് നിങ്ങൾക്ക് ആടോ വേണ്ടിയത് ചെന വേണ്ടിയത് ചോദിച്ചു. ആടുണ്ടായിട്ടല്ലേ ചെന ഉണ്ടാവുള്ളൂ. അപ്പൊ ചെന ആയാലും ആടും ബാക്കിയാലും ആദ്യം മരുന്നെടുത്ത് ആടിന്റെ ജീവൻ വില കേട്ടിട്ടാണ് പലരും പോലെ. ആടിനും പറ്റായില്ല. ആടിന് എല്ലാവർക്കും പറ്റും. വരുമ്പോൾ എല്ലാവരും വന്ന് എല്ലാടിനും പറ്റും. വില കേൾക്കുമ്പോൾ എല്ലാവരും അത്ര വിലക്ക് കഴിയൂലാണ്. എനിക്കിപ്പോൾ ഫ്രീയാ. ഇപ്പൊ എനിക്കിപ്പോൾ ഓളെ വെറുതെ കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല. എനിക്ക് ഇന്നാൾ ലാഭമാണ് പറഞ്ഞ പോലെ. കാരണം ഓള് എനിക്ക് അത്രയും പൈസ ഉണ്ടാക്കി തന്ന ആടാ. കാരണം വാങ്ങലും വിൽക്കലും അല്ല. ആട് നമ്മൾ നിർത്തി വളർത്തി കഴിഞ്ഞാൽ അതിന് മക്കളിറങ്ങിയിട്ട് ആ മക്കളെ വിൽക്കുമ്പം അതാണ് നമ്മളെ ബെനിഫിറ്റ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു പോയി കഴിയുമ്പോഴാണ് ഒരു വില അറിയാറിയല്ലോ. കാരണം അത്രയും നമ്മളായിട്ട് അറ്റാച്ച്മെന്റുള്ള ആടുകളുണ്ട്. കൂടുതൽ ഫുള്ള് ഏതാണ്ടൊക്കെ ക്രോസ് ബ്രീഡാണ്. അതിലിപ്പോൾ ഇത് ഡബ്ബ ബീറ്റിലാണ് ഈ ആട്. ഇത് പഞ്ചാബിൽ നിന്ന് വന്ന ആടാട്ടോ. പിന്നെ തോത്താപ്പിയാരി അത് തോത്താപ്പിയാരി. മറ്റൊക്കെ ബാക്കിയൊക്കെ ക്രോസ് ബ്രീഡാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു ബ്രീഡ് പറയാൻ പറ്റുമൊന്നുമില്ല. ക്രോസ് ബ്രീഡാണ്. അത്യാവശ്യം നല്ല മക്കളൊക്കെ ഇറങ്ങുന്ന ആടാ. അത്യാവശ്യം പാലും കാര്യങ്ങളും. ഇപ്പം ചെനയിലാട്ടോ ആട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 4 മാസം കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് വലിയ കേടുപാടില്ല. ഒരു 10 ദിവസം കൊണ്ടൊക്കെ കുട്ടികൾ പുറത്തിറങ്ങുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യാണ്. അത് ചെനയിൽ വെയിറ്റ് ചെയ്യാനുള്ളത്. ക്രോസ് ബ്രീഡാണ് ആള് കുഴപ്പമില്ല. നല്ല അണക്കൊക്കെ ഉള്ള ആളാണ്. അത്യാവശ്യം വലുപ്പം കഴിഞ്ഞ പ്രസവത്തിൽ 4 മക്കളുണ്ടായിനാണ്. ഇത് 3ാമത്തെ ചെനയിലാണ് നിൽക്കുന്നത്. 3ാമത്തെ ചെനയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ എത്ര കുട്ടികളുണ്ടാകുക അള്ളാഹു അല ഒന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം വയറും കാര്യമൊക്കെ കാണാനുണ്ട്. ഒക്കെ പടച്ചവൻ തന്നെ മാതിരി ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇത് തോത്താപ്പേരിയാ. ഇവിടെ ഫസ്റ്റത്തെ പ്രസവത്തിൻ്റെ കുട്ടിയാണ്. അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണല്ലേ. ഇവിടെപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞിട്ടു. ഇവിടെ തോത്താപ്പേരിൻ്റെ ഫസ്റ്റത്തെ പ്രസവത്തിലുണ്ടായതിന് കുട്ടിയാണ്. ഇവിടെപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞു. ഇവിടെ ഇൻഷാ അല്ലാഹ് അടുത്ത ഈറ്റായാൽ ക്രോസ് ചെയ്യാൽ കാത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 3ാമത്തെ ചെനയിലാണ്. 3ാമത്തെ ചെനയിലാണ് അവള്. ഇവിടെ 2ാമത്തേൽ 2 മക്കളുണ്ടായി. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല. കുട്ടികളെ 2 നമുക്ക് കിട്ടിയില്ല. നല്ല 2 അടിപൊളി കുട്ടികളുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വലുപ്പം. നമ്മൾ ഹൈദരാബാദി മുട്ടൻ ചവിട്ടിയിട്ട് നല്ല വലുപ്പമുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ എന്തോ പ്രസവിച്ച് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളെ നമുക്ക് കിട്ടിയില്ല. നമുക്ക് ഏകില്ല എന്ന് പറയല്ലോ. കിട്ടിയില്ല. ഇനിയിപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്തതിൽ ഇപ്പം 3.5 മാസം കഴിഞ്ഞു ചെന. 3ാമത്തെ ചെനയിലാണ് പോൾ നിൽക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ കുട്ടിയേനി. ഫസ്റ്റിലെ പ്രസവത്തിലെ കുട്ടിയായിരുന്നു. ഞാൻ ഇവിടെ തോത്താപ്പൻ്റെ ഫസ്റ്റിലെ ഇതിൽ ഹൈദരാബാദിനെ കൊണ്ട് ചവിട്ടിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു അവള്. ഓളൊരു പ്രസവം പ്രസവിച്ചു. ഓക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളെ കുട്ടീനെ കൊടുത്തതാ. പാലുണ്ട്. അത്യാവശ്യം പാലുണ്ട് വെക്ക്. അത് ഇപ്പോഴേക്കും തള്ളക്കും ഇപ്പോഴും പാല് പറ്റി. ഇപ്പം 3.5 മാസം ചെനയായി. എന്നാൽ ഇപ്പോഴും ഒരു 500 പാലൊക്കെ എപ്പോഴും കറക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പാല് നിന്നിട്ടില്ല. അത്യാവശ്യം പാലുള്ള ടൈപ്പൊക്കെ തന്നെ. അത്ര പാലിന് കുറവൊന്നുമില്ല. പിന്നെ ഹൈദരാബാദി മിക്സഡ് ആയിപ്പോൾ വെറും തോത്താപ്പിയാരി അല്ല. മകൾ കേട്ടോ ഇവിടെയാടേ ബാ. പിന്നെ ഇത് ഡബ്ബ ബീറ്റിലാണ്. നമ്മളെ പഞ്ചാബിൻ്റെ വീട് കഴിഞ്ഞിട്ടോ. പഞ്ചാബിൽ നിന്ന് വന്നതാണിത്. നമ്മളെ ലോക്ക്ഡൗൺ സമയത്തെ പഞ്ചാബിൽ നിന്ന് വന്ന സാധനം. അത്യാവശ്യം നല്ല പാൽപ്പാതിന് ശേഷം ഇപ്പോൾ 5 പ്രസവം കഴിഞ്ഞു. ഓളിപ്പോഴും യൗവനാവുക്ക്. ബന്നാ ബാ എന്നാ. ഓളെ പെട്ടെന്ന് കണ്ടാൽ പ്രായം തോന്നിക്കില്ല. ചെറുപ്പം കണ്ടാൽ പ്രായം തോന്നൂലല്ലേ. സന്തൂറിൻ്റെ ഒരു പരിസ്ഥിതി സന്തൂറമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അതേപോലെ പ്രായം കണ്ട ചെറുപ്പം തോന്നൂലല്ലേ. അതേപോലെയാണ് ഇവിടെ പറഞ്ഞാൽ ഒരു പ്രസവം പ്രസവിച്ചിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ക്രോസ് ചെയ്തിന്. 8 മാസം 9 മാസമൊക്കെ. അപ്പം ഇവർക്ക് പ്രായത്തിൻ്റെ പ്രായം ഒരു 7 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും. ഒരു 7 വയസ്സിൻ്റെ മീതെ പ്രായമൊക്കെ ഉണ്ടാവും. ആർക്കും കൊടുക്കണില്ല ഇപ്പോളെ. ഓളെ കൊടുക്കണില്ല. ഓൾ ഇവിടെ നിൽക്കട്ടെ. ഓളെ നമ്മളൊരു മുതലാ. കാരണം അതൊക്കെ ഫ്രീ ആണ്. അതായത് മുതൽ മുടക്കില്ലാത്ത ആടാണ് ഇപ്പോൾ ആക്കുക. കാരണം ഓളൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കി തന്ന ആടാണ്. ഓളെ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അവിടെ കിടന്നൊരു ഒളിഞ്ഞും പ്രസവിക്കും. അത്യാവശ്യം നല്ല പാലും ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്തിനാ ഓളെ ഒഴിവാക്കുന്നത്? കാരണം നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലല്ലേ ഇപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടേ ഉള്ളൂ. നല്ല ആടിനെ ആരും പെട്ടെന്ന് ഒഴിവാക്കൂല. പിന്നെ നമ്മളിവിടെ കൊടുക്കലുണ്ട്. അത് മോശപ്പെട്ട ആടിനൊന്നുമല്ല കേട്ടോ കൊടുക്കൽ. നല്ല ആടിനെ കൊടുക്കലൊക്കെ ഉണ്ട്. നല്ല ആടും തോന്നിക്കഴിഞ്ഞാൽ കൊടുക്കലൊക്കെ ഉണ്ട്. അത്യാവശ്യം വിലയും കാര്യമൊക്കെ വരും. നല്ല ആടേക്ക് നല്ല വില വരും. ആരും വില കേട്ടിട്ടാണ് പലരും പോലെ. ആടിനും പറ്റായില്ല. ആടിന് എല്ലാവർക്കും പറ്റും. വരുമ്പോൾ എല്ലാവരും വന്ന് എല്ലാ ആടിനും പറ്റും. വില കേൾക്കുമ്പോൾ എല്ലാവരും അത്ര വിലക്ക് കഴിയൂലാണ്. ഞാൻ പറയും എൻ്റെ അടുത്ത് അത്രേ ഉണ്ടാവുള്ളൂ. കാരണം അങ്ങനത്തെ വിലൻ്റെ ആട്. കാരണം ഞാൻ എടുക്കുന്നു അത്യാവശ്യം വിലക്ക് എടുക്കും. നല്ല ആടാണെങ്കിൽ നല്ല വിലക്ക് ഞാൻ എടുക്കും. ഇനിയിപ്പോൾ ആരെങ്കിലും വിൽക്കാൻ പറ്റിയ നല്ല ആടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാറുണ്ട്. അപ്പം നല്ല ആടൊക്കെ ആണെങ്കിൽ നല്ല വിലക്ക് ഞാൻ എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ആടിനെ ഞാൻ നല്ല വിലക്ക് എടുത്ത ആടായിരുന്നു. എനിക്കിപ്പോൾ ഫ്രീയാ. ഇപ്പോൾ എനിക്കിപ്പോൾ ഓളെ വെറുതെ കൊടുത്താൽ എനിക്ക് നഷ്ടമല്ല. എനിക്ക് ഇന്നാൾ ലാഭമാണ് പറഞ്ഞ പോലെ. കാരണം ഓള് എനിക്ക് അത്രയും പൈസ ഉണ്ടാക്കി തന്ന ആടാ. അപ്പോൾ അതാണ് നമ്മളെ നല്ല ആടായി കഴിഞ്ഞാൽ
നമുക്ക് പൈസ ഉണ്ടാകും വേറെ ഓടിയും പോകണം. ആടെടുക്കുമ്പോൾ പൈസ മുടക്കി തന്നെ ആടെടുക്കണം. നല്ല ആടിനെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കർഷകനെ സംബന്ധിച്ച് പരാജയപ്പെടില്ല. ചിലർ പറയും എടുക്കുന്നിടത്ത് വില കൂടിക്കഴിഞ്ഞാൽ അത് നഷ്ടമാണെന്ന് പറയും. നല്ല ആടാന്നിൻ്റെ വിലക്ക് എടുത്തോളി തന്നെ ഞാൻ പറയുള്ളൂ. ഞാൻ എല്ലാവരും പറഞ്ഞാൽ നല്ല ആടാണോ വിലക്ക് എടുത്തോളി, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോണില്ല. അത് ബെനിഫിറ്റ് ആയിട്ട് വരും. ഇപ്പം ആ ഒരു വെള്ള ആടിനെ കാണില്ല നിങ്ങളവിടെ, ഓളെ കുട്ടിയാണ്, ഫസ്റ്റത്തെ കുട്ടിയാണ് ഇവള്. ഇവൾക്ക് ഇപ്പോൾ 2 കുട്ടികളാണ്. ഇവളിപ്പോൾ കടിഞ്ഞൂല് പ്രസവിച്ചു. ഓളെ 2 മക്കളാണ് ഈ നിൽക്കുന്നത്. ഓളെ 2 മക്കളാണിത്. ഇനിയിപ്പോൾ ആ വെള്ള ആടിൻ്റെ കുട്ടി തന്നെയാണ് ഇത് അവിടെ കിടക്കുന്നത്. നമ്മൾ ലാഭം കൊയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കി തരാം. ഇവിടെ ഇപ്പോൾ 2ാമത്തെ പ്രസവത്തിലുള്ള കുട്ടിയാണ് ഇവള്. 2ാമത്തെ പ്രസവത്തിലുള്ള കുട്ടി. ഇപ്പോൾ 3ാമതോളം ക്രോസ് ചെയ്തിട്ടുണ്ട്. 1.5 മാസമോളം ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ പാലുണ്ട് നിലവിൽ. ഇപ്പോൾ ക്രോസ് ചെയ്ത്. അപ്പം ഈ ഓരോ ആടുകൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് എത്രത്തോളം നമുക്ക് മെച്ചപ്പെടാൻ കഴിയുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ. ആടുകളെ നമ്മൾ നിർത്തി പ്രസവിപ്പിക്കണം. നിർത്തി പ്രസവിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനുള്ള ബെനിഫിറ്റ് ആയി കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ആടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കടിഞ്ഞൂല് പ്രസവം കഴിഞ്ഞു. ക്രോസ് ബ്രീഡ് ആട്ടോ. ക്രോസ് ബ്രീഡ് ചിലർ ഹൈദരാബാദി എന്ന് പറയും, എങ്ങനെയും വിളിക്കാം. ഇവിടെ ഇപ്പോൾ 2ാമത്തെ ചെനയിൽ നിൽക്കുക. 2 മാസം കഴിഞ്ഞു. 2ാമത്തെ ചെനയിൽ 2 മാസം കഴിഞ്ഞു. ഇവിടെ കുട്ടിയാണ് ഇതാ കിടക്കണത്. 2 മക്കളായിരുന്നു. ഒരു പെടക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു പെടക്കുട്ടീനെ വിറ്റതാണ്. മുട്ടക്കുട്ടീനെ അവിടെ ക്രോസിങ്ങിന് ഇൻഷാല്ല ക്രോസിങ്ങിന് ഇവിടെ നിർത്താന്നുള്ള കാഴ്ചപ്പാടിൽ ഇവിടെ നിർത്തിയതാണ്. നമ്മളെ മുട്ടൻ്റെ കുട്ടി തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ അടുത്ത പ്രസവത്തോടുകൂടി എനിക്ക് മെച്ചം. ഞാനിവിടെ പിന്നെ കടിഞ്ഞൂല് മേടിച്ചതാ. അതിൽ മേടിച്ചതിൻ്റെ പകുതി പൈസക്ക് ഞാൻ ഇവിടെ ഒരു കുട്ടീനെ വിൽക്കൽ കഴിഞ്ഞു. ഒരു കുട്ടി എനിക്കിവിടെ ബാക്കിയാണ്, തള്ളിയും ഇവിടെ ബാക്കിയാണ്. ഇതാണ് ആടിനോടുള്ള മെച്ചം. ആട് നമ്മളെ നിർത്തി പ്രസവിച്ച് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം വാങ്ങലും വിൽക്കലും അല്ല. ആട് നമ്മൾ നിർത്തി വളർത്തി കഴിഞ്ഞാൽ അതിന് മക്കളിറങ്ങിയിട്ട് ആ മക്കളെ വിൽക്കുമ്പം അതാണ് നമ്മളെ ബെനിഫിറ്റ്. ഇപ്പോൾ ഈ ആട് എനിക്ക് ശരിക്കും മുതൽ മുടക്കില്ലാത്ത ആടാണ്. ഇനി പ്രസവിക്കുമ്പോൾ ആടും കുട്ടികളൊക്കെ എനിക്ക് ലാഭമാണ്. അതാണ് ഇതിൻ്റെയൊക്കെ ഓരോ ആടുകളും. ഇനിയിപ്പോൾ ഇവളൊക്കെ പറഞ്ഞാൽ ഞാൻ കടിഞ്ഞൂല് നല്ല വില കൊടുത്ത് മേടിച്ചാൽ. ഇവൾക്കൊരു കുട്ടിയുള്ളൂ കേട്ടോ. ഈ പ്രസവത്തിൽ ഒറ്റ കുട്ടിയുള്ളൂ. 2ാമത്തെ പ്രസവമാണ് ഇപ്പോൾ പ്രസവിച്ചു. ഒരു കുട്ടിയോടെ കുട്ടിയാണ് ഇവിടെ. എന്താ ഭയങ്കര ബള. വെളിൻ്റെ കജ്ജും കാലും വെച്ച് ആ നിൽക്കണ്ട. അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുള്ളൂ. നല്ല പാച്ചിൽ കഴിയുള്ളൂ. ഓള് പിന്നെ പാൽ കുടിക്കുകയുള്ളൂ. വേറെ ഒരു തീറ്റയും കാര്യങ്ങളൊന്നുമില്ല, വെറും പാൽ അല്ലേ. ആള് ഭയങ്കര ബളവത്തിയാ. നല്ല പാൽ കുടിച്ച് അങ്ങനെ ഇതാണ്. തീറ്റ 2 നേരമാണ് തീറ്റ കൊടുക്കുക. പ്ലാവിൻ്റെ ഇലയാണ് നമുക്ക് 99% അല്ലെങ്കിൽ 100-110% നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് പ്ലാവിൻ്റെ ഇലയാണ്. കാരണം ഒന്നാമത് ഞാൻ മരം വെട്ടുകാരനാണ്. എനിക്ക് മരം കയറാനും അറിയാം. അതുകൊണ്ട് തന്നെ പ്ലാവിൻ്റെ ഇലയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടില്ല. പുല്ലിനാണ് ഭയങ്കര ക്ഷാമം. നമ്മളിവിടെ പുല്ലുകൾ കുറവാണ്. അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് പുല്ലിന് ഭയങ്കര ക്ഷാമമാണ്. പിന്നെ വളർത്തുപുല്ല് എന്ന് പറയാൻ പറ്റിയ കുറഞ്ഞ പുല്ലുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല മൂപ്പാവുന്ന സമയത്ത് വെട്ടിയിട്ട് കൊടുക്കും. എന്നാലും ഒരു കൈക്കൂട്ടോ, പുല്ല് കഴിക്കും. പക്ഷേ എനിക്ക് നല്ല സുലഭമായിട്ട് കിട്ടുന്ന പ്ലാവിൻ്റെ ഇലയാണ്. അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളെ കാലാവസ്ഥ അന്തരീക്ഷം കാര്യങ്ങളും നമ്മളെ സ്ഥലത്തും പ്ലാവിൻ്റെ ഇലയൊക്കെ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമുക്ക് വെട്ടാൻ സമയമില്ലാത്ത അല്ലെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തൊരു കേടേ ഉള്ളൂ ആണല്ലേ പ്ലാവിൻ്റെ ഇലനെ സംബന്ധിച്ചിടത്തോളം. പ്ലാവിൻ്റെ ഇല അത്രയും സുലഭമായിട്ട് ഇവിടെ കിട്ടും. പിന്നെ നമ്മളെ കൈത്തീറ്റായിട്ടുണ്ടാവും കൊപ്രപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കടലത്തൊലി, സോയാത്തവിട്, ചോളത്തവിട് ഇല്ലേ ചോളപ്പൊടി. ആ 4 ഐറ്റംസ് മിക്സ് ചെയ്തിട്ട് അത് ഒരു മീഡിയം ലെവലിൽ വെള്ളമാക്കിയിട്ട് കൊടുക്കും. മീഡിയം വെള്ളം, അതായത് ഓവർ ലൂസും അല്ല ടൈറ്റും അല്ലാത്ത രൂപത്തിൽ. കാരണം വെള്ളത്തിൻ്റെ ആവശ്യമാണല്ലോ അവർക്ക് കിട്ടുക. ഒരു നമ്മൾ കൊയ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം പോലെ ശരീരത്തിലെത്തൂല. അപ്പോൾ ശരീരത്തിലെത്താഞ്ഞാൽ അതുകൊണ്ട് പല ക്ഷീണങ്ങളും അവർക്ക്, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ വലിയ വിഷയമാണ്. മഴക്കാലത്ത് തന്നെ വലിയ വിഷയം കാര്യമില്ല. വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അംശം നല്ലോണം ചെല്ലാനാണ്. കാരണം നമുക്കും വേണം നല്ലോണം വെള്ളം ശരീരത്തിന്, അതേപോലെ ഓൽക്കും വേണം. പ്രത്യേകിച്ച് പാലുൽപാദന ശേഷിയുള്ള ആടൊക്കെ എന്നുണ്ടെങ്കിൽ നല്ലോണം വെള്ളം തന്നെ ചെല്ലണം. ചിലർ വെള്ളം കൊടുക്കാതെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറഞ്ഞ വെള്ളത്തിൽ വേണമെങ്കിൽ കുടിച്ചോട്ടെ പറഞ്ഞിട്ട് വെള്ളം വെച്ച് കൊയ വെച്ച് കൊടുത്താണ്ട് അങ്ങനെ ആകുമ്പോൾ എൻ്റെ അഭിപ്രായം ആടുകൾ നല്ല കനത്തിലും കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് കൂടുതൽ ഭാവി അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം പെട്ടെന്ന് അസുഖങ്ങൾ വരാനും അതേപോലെ വേറെ എന്തെങ്കിലും റൂമിനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കംപ്ലൈൻറ്റ് വരാനൊക്കെ ഉള്ള ചാൻസ് കാണുന്നുണ്ട്. വിജയിച്ച് പോയ ആൾക്കാരുണ്ടാവും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം ഒക്കെപ്പാടം നമുക്ക് പറയാൻ, കാരണം നമ്മൾ ആ രീതിയിൽ വളർത്തി നോക്കാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പാൽ അങ്ങനെ തന്നെ വിൽപ്പന അല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ ചിലപ്പോൾ മരുന്ന് കുടിക്കുന്നവരുണ്ടാവും, അല്ലെ കുട്ടികൾ കൊടുക്കുക. അങ്ങനെ ആരും ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ എല്ലാം കറന്ന് ഞാൻ കൊടുക്കും. അങ്ങനെ ഇല്ല എന്ന് പറയും, ഒഴിവാക്കൂല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ കുട്ടികളെ കുടിക്കുമ്പോൾ അതിന് എന്നാലും കറക്കണ്ടാവും. കാരണം ഇപ്പോൾ ഏതൊരാടിനെ സംബന്ധിച്ച് അത്യാവശ്യമൊക്കെ പല ആടുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ആടിനെ നിർത്തുന്നതിന് സെലക്ട് ചെയ്തിട്ടാണ് നിർത്താറുള്ളൂ.
ഞാനിവിടെ നിർത്തുന്നവരോ ആടിനെ സെലക്ട് ചെയ്തിട്ട് അത് ആ മക്കൾക്ക് കുടിക്കാനുള്ള പാൽ അതിന് ഉറപ്പ് വരുത്തെങ്കിൽ മാത്രമേ ആടിനെ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആടിനെ ഒഴിവാക്കിയിട്ടുണ്ടോ. അപ്പോൾ ആ അതിനെ ഒരു കുട്ടിയാലും രണ്ട് കുട്ടി ആ രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാൽ അതിനുണ്ടോ ഇല്ലെന്നുള്ളത് ഞാൻ കൂടുതൽ കൺഫേം ചെയ്തിട്ട് മാത്രമേ ആടുകൾ നിർത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിമൊന്ന് കുറച്ചൊന്ന് പിഴിഞ്ഞെടുത്തതിൽ വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനിപ്പോൾ എന്തായാലും ഇത്രയും ആടുകളിലുണ്ട് നമുക്ക് എന്താ വെച്ചാൽ റൊട്ടേഷൻ ചെയ്ത് വരും. എന്നുവെച്ചാൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേശ്ശെ വേണമെങ്കിൽ കറക്കാം, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടികളെ മാറ്റിയിട്ടാണ്ട് കുറേശ്ശെ കറക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിൻ്റെ ക്ഷാമം ഇവിടെ വരുന്നില്ല. സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ട ഇപ്പോൾ കൊടുക്കലില്ല. ആ പരിപാടി നിർത്തിവെച്ചു, കൊടുക്കുന്ന പരിപാടി നിർത്തിവെച്ചു. അതിൽ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ട് കൊടുന്ന ആടുകളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ ലാഭം കൊടുത്ത് മേടിച്ചു കൊടുന്ന ആടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പോയി കഴിയുമ്പോഴാണ് ഓരോ ആ ഒരു വില അറിയാറുമല്ലോ. കാരണം അത്രയും നമ്മളായിട്ട് അറ്റാച്ച്മെൻറ്റുള്ള ആടുകളുണ്ടാവും. ഇപ്പം ചില ആടുകളൊക്കെ നമ്മൾ വെയ്ത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ആടുകളൊക്കെ ഉണ്ടാവും. ചില ആടുകൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്രിയപ്പെട്ട ആടാണെങ്കിൽ കൂടി നമ്മളെ കാണോട് കൂടി പായുന്ന ആടുകളുണ്ടാവും. അതിലിട്ട് ഓരോട് വെറുപ്പൊന്നും ഇല്ലട്ടോ നമുക്ക്, ഓര് നമ്മളെ കാണുന്നതിന് പായുന്നുണ്ടെങ്കിൽ കൂടിയിട്ട്. പക്ഷേ ഓർക്ക് നമുക്ക് ബെനിഫിറ്റുള്ള ആടുകളാണൊക്കെ. പക്ഷെ ചില ആടുകൾ ബെനിഫിറ്റ് കുറഞ്ഞാലും നമ്മളായിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റുള്ള ആടുകളുണ്ടാവും. നമ്മൾ വെയ്ത്തിൽ നിന്ന് ഒയ്യാതെ, നമ്മളെ മേത്ത് നിന്ന് ഒയ്യാതെ നമ്മൾ എടുക്ക് പോകണമെങ്കിലും നമ്മളെ വെയ്ത്തല വരുന്ന ആടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ പ്രസവിച്ചിട്ട് നമ്മൾ അത്തിരി ആറ്റുനോറ്റുണ്ടാക്കിയ ആടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കുമ്പോൾ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടാകലുണ്ട്. പക്ഷെ എങ്കിലും ഒരാൾക്ക് വളർത്താൻ കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പരിപൂർണമായിട്ട് ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തുണ്ടാവും. പോയിട്ടും അതൊക്കെ പിന്നെ ഓർക്ക് എന്തെങ്കിലും ലാഭം കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കൊടുന്ന് ഇവിടെ തന്നെ വളർത്തും. ആ തോത്തപ്പേരി ഞാൻ കൊടുത്താടായിരുന്നു. കടിഞ്ഞൂരിൽ പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ കൊടുത്താടെ രണ്ടാമത് ചെന നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ കൊടുന്നാടാ. പിന്നെ കൊടുത്തിട്ടില്ല അതിന്. അതൊക്കെ കൊടുത്ത ആടിൽ പെട്ടായിരുന്നു. അപ്പം അങ്ങനെ വേറെ ആടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇവിടെ പിന്നെ പിൽക്കാലത്ത് വിറ്റ് പോയിട്ടുണ്ടാവും. പക്ഷെ അതിനൊന്നും വിറ്റിട്ടില്ല കേട്ടോ. പിൽക്കാലത്ത് വിറ്റ് പോയ ആടുകൾ വേറെ ആടുകൾ ഇതേപോലെ വിറ്റിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ കൊടുന്ന ആടുകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. രോഗങ്ങൾ വളരെ കുറവ് തന്നെയാണ്. ചിലവർ പറയുന്നുണ്ട് ഇങ്ങനത്തെ ചെവി നീട്ടുള്ള ആടുകളെ വളർത്തുമ്പോൾ, വലിയ ആടുകളെ വളർത്തി കഴിഞ്ഞാൽ രോഗം കൂടുതലാണ്. ഞാനൊരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം എനിക്കിവിടെ രോഗം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ എൻ്റെ അന്തരീക്ഷങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പലരും കൂടൊക്കെ മറച്ച് കെട്ടി വളരെ ബന്ധസ്ഥായിട്ടാണ് നിർത്തുക. ഞാൻ മഴ ആയാലും വെയിലായാലും തണുപ്പായാലും മഞ്ഞുകാലായാലും ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് കൂടി നിർത്തുക. അതുകൊണ്ട് തന്നെ ഏത് ഒരു അന്തരീക്ഷവും ഒരു ഉൾക്കൊള്ളാൻ റെഡിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആടുകൾ കൂടുതൽ ഇവിടെ പെറ്റുണ്ടാകുന്നു. ഇവിടെ നിൽക്കുന്ന ആടുകളാകുമ്പം പ്രതിരോധശേഷി അവർക്ക് കൂടും. വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാറ്റിക്കൊണ്ടുവരുമ്പോൾ ഈ ഒരു അന്തരീക്ഷം അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇത് ഓപ്പണായി കിടക്കുക. കാരണം ഏത് സമയത്തും വായു കയറി ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് തന്നെ അണുക്കൾ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. കൂട് എപ്പോഴും ഡ്രൈ ആയിട്ടാണ് കിടക്കുക. നിങ്ങൾ കൂടിൻ്റെ അടിയിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൂട് ഫുൾ ടൈം ഡ്രൈ ആയിരിക്കും. ആണെങ്കിൽ ഏതൊരു ആ കൂടിൻ്റെ അറയൊക്കെ അടിച്ചു നോക്കി ആ നനവ് കാണില്ല. കാരണം ഫുൾ ടൈം കാറ്റിറങ്ങി ഇങ്ങനെ കയറി പോകുന്നതുകൊണ്ട് രോഗാണുക്കൾ കുറയും. അതുകൊണ്ട് തന്നെ ഇവർക്കും ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ ഫസ്റ്റ് ടൈമിൽ പറഞ്ഞിട്ടുണ്ട്, ഉല്ലാസം കൂടും. കാരണം അന്തരീക്ഷം നല്ല അന്തരീക്ഷമാകുമ്പോൾ ഓൽക്കും തന്നെ നല്ല ഒരു ആരോഗ്യം ഓൽക്കുണ്ടാവും. ആടുകൾക്ക് രോഗം കുറവായിരിക്കും. കൂടുതലും രോഗം വരാനുള്ള കാരണം അടച്ചു കെട്ടിയ കൂടുകൾ, പിന്നെ അതേപോലെ തന്നെ മലിനമായിട്ട് കിടക്കുന്ന അന്തരീക്ഷം, അതൊക്കെ വരുമ്പോൾ രോഗങ്ങൾ കൂടുക ചെയ്യും. അതിനിപ്പോൾ ആരും കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. പലരും ആടിനെ കൊണ്ടുപോയിട്ട് പിന്നെ ചിലവരെ വളർത്തുന്ന രീതി, പിന്നെ ചില സ്ഥലങ്ങളിൽ ആട് പറ്റാത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആട് പറഞ്ഞാൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ആടുകൾ പറ്റൂല. ചില കളറുകൾ പറ്റാത്ത ആൾക്കാരുണ്ട്. ചില സ്ഥലത്ത് വെള്ള പോവാത്ത ആൾക്കാർ, പിന്നെ കറുപ്പ് പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവലുണ്ട്. ചില ഏരിയയിൽ കറുപ്പ് എങ്ങനെ കൊണ്ടുപോയിട്ടാലും കഴിച്ചിലാവാത്ത ആൾക്കാരുണ്ട്. ചിലർക്ക് വെള്ളവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. പക്ഷേ നിർത്തിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രസവത്തോട് കൂടിയിട്ട്, ഇല്ലെങ്കിൽ അകട് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ കുട്ടികൾ ചാവുക, അല്ലെങ്കിൽ ആട് ചാവുക, ഇങ്ങനത്തെ രീതി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പലർക്കും പല ഏരിയയിലും പിന്നെ പല ആടുകളും ഉൾക്കൊള്ളാൻ പറ്റാത്തതും, പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ അസുഖം വരുമ്പോൾ അത് ഒരാളെ കുറ്റം പറയാൻ പറ്റിയല്ല. അതുപോലെ അന്തരീക്ഷം അതിന് പറ്റിയതല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. നല്ലൊരു അന്തരീക്ഷത്തിൽ ആടിനെ വളർത്തി കഴിഞ്ഞാൽ ഒരിക്കലും അസുഖം വരാൻ ചാൻസ് ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. കറുപ്പ മാത്രം നിർത്തിയിട്ടുള്ള പ്രശ്നമില്ല, വെള്ളം മാത്രം നിർത്തിയിട്ടില്ല. നമ്മളെ കാലക്കേട് കൊണ്ട് പലതും സംഭവിക്കാം. അത് കറുപ്പിനും വരുന്നുണ്ട്, വെള്ളക്കും വരുന്നുണ്ട്, ചുവപ്പിനും വരുന്നുണ്ട്. ചുവപ്പും കറുപ്പും ഒക്കെ മിക്സ് ആയിട്ടുള്ള ആടുകൾക്കൊക്കെ വരുന്നുണ്ട്. നമ്മളെ കാലക്കേട് കൊണ്ട് ചിലപ്പം പല അസുഖങ്ങളും വരാം. അതേപോലെ നമ്മൾ പുറമേ നിന്ന് ആട് കൊണ്ടുവരുമ്പം ചിലപ്പോൾ അസുഖങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ അപ്പോൾ പുറമേ നിന്ന് ആട് കൊണ്ടുവരൽ കുറഞ്ഞത് കൊണ്ട് എനിക്ക് ഒരുപാട് അസുഖം കുറവാണ് ഇവിടെ.
എനിക്കൊരു സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആടുകൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഈ സ്ഥലം മാറുന്ന സമയത്ത് ഈ ജലദോഷം വരാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ന്യൂമോണിയ വരാൻ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, പിന്നെ സ്ട്രെസ് വന്നിട്ട് അതേപോലെ യാത്ര ദീർഘ ദൂരെ യാത്ര ചെയ്യുമ്പോൾ അനാപ്ലാസ്മ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്, ക്ഷീണം വന്നിട്ട് അങ്ങനെയൊക്കെ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മുക്താണ്. കാരണം പുറമേ നിന്ന് ആടുകൾ കൊണ്ടുവരൽ കുറച്ചപ്പോൾ ഇപ്പോൾ 99% ഇവിടെ തന്നെ നിർത്തുന്ന ആളുകൾ ഇവിടെ തന്നെ നിർത്തുക, മക്കളെ ഉൽപ്പാദിപ്പിക്കുക, മക്കളെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കുക, റാത്താണ് അൽഹംദുലില്ലാഹ്. മറ്റേത് പുറമേ നിന്ന് കൊണ്ടുവരുമ്പോൾ എന്തായാലും ഒരു 4 ദിവസം ഒരു ജലദോഷം ഉണ്ടാവും. അത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഈ അടുത്തൊരാടിനും കൊടുക്കും. അപ്പോൾ അതിങ്ങനെ മറ്റേ എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും കിട്ടി. പിന്നെ അത് ഒന്നുങ്ങന്ന് എന്ത് ചെയ്യണം, എല്ലാവർക്കും രോഗത്തിനുള്ള ചികിത്സ ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് സമയം വെറുതെ വേസ്റ്റ് ആകുകയാണ്. അപ്പോൾ അതാ പറയും, പുറമേ നിന്ന് ആട് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണൊക്കെ. കഴിയുന്നതും പുറമേ വേറെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് വളർത്താൻ പറ്റുമെങ്കിൽ വളർത്തിയിട്ട് ഒരു മാസമെങ്കിലും ക്വാറന്റൈൻ ചെയ്തിട്ട് നമ്മളെ വലിയ കൂടിലേക്ക് കയറ്റുക. അപ്പോൾ എനിക്ക് അവിടെ സെപ്പറേറ്റ് കൂടുണ്ട് അടിയിൽ. ഞാനിപ്പോൾ പുതിയൊരാട് വന്നാലും 4 ദിവസം അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും അതിലിട്ടിട്ടേ തീക്ക് കയറ്റുള്ളൂ. അതിന് നിർത്തിയിട്ട് വേറെ അസുഖവും കാര്യങ്ങളും തീറ്റയും കാര്യങ്ങളും വേറെ ദേഹത്ത് വേറെ ചെള്ള് പേന് കാര്യങ്ങളും ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ കൂട്ടിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കലുള്ളൂ. അല്ലാതെ ഒരാടിന് ഈ കൂട്ടിലേക്ക് കയറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കൂട്ട് കിടക്കുന്ന ആടുകൾക്ക് അങ്ങനത്തെ ഒരു അസുഖം വരലില്ല. ഇപ്പോൾ മറ്റേ ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളായിട്ട് ഞാൻ ഒരുപാട് മല്ല് കെട്ടിയിട്ടുള്ളൂ. കാരണം അങ്ങനെ പഠിക്കണം കേട്ടോ. നമ്മൾ അസുഖങ്ങളില്ലാത്ത ആടുകൾ മാത്രം വളർത്തി, അസുഖമുള്ള ആടിന് വളർത്തി പഠിച്ച് നമുക്ക് രോഗങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇന്ന രോഗം വന്നു കഴിഞ്ഞാൽ ആടിൻ്റെ ഒരു നൃത്തം കണ്ടു കഴിഞ്ഞാൽ ഇനി രോഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള ചെറിയൊരിത് വരും. ബാക്കി നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടും പിന്നെ കാസ്റ്റം പരിശോധിച്ചിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടെത്താം. എല്ലാ രോഗവും നമുക്ക് നോട്ടത്തിൽ മനസ്സിലാവും. എന്നാലും ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് പറയാം ഇനി രോഗമാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കാഴ്ചപ്പാടൊക്കെ മൊത്തം കഴിയുന്നുണ്ട്. കാരണം ഒരുപാട് ആടുകളെ വളർത്തിയിട്ടും അതിൽ അസുഖം വന്നിട്ടുള്ള പരിചയ സമ്പത്ത് കൊണ്ടാട്ടോ ഇങ്ങനെ കണ്ടെത്തുന്നത്. ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് രോഗനിർണയത്തിനും അതേപോലെ രോഗം വന്നിട്ടുണ്ട്, ഇനി സംഭവം കാർഡ് കാണിക്കുന്നുണ്ട്, അപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അറിയാവുന്ന രോഗങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അറിയാവുന്ന മരുന്നുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ കുറച്ച് ക്രിട്ടിക്കലാന്ന് പോലെ വർത്താനം തോന്നുന്നത്, ക്രിട്ടിക്കലാന്ന് തോന്നി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടർ സേവനം തേടണം എന്ന് നമ്മൾ പറയും. ഡോക്ടർ സേവനം തേടണം, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് രോഗം നിർണയിച്ചിട്ട് മരുന്ന് കൊടുക്കും. അത് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഊഹാപോഹത്തിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചിലവരൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അകിടിൽ നല്ല നീര് വന്നിട്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക, ആൻറ്റിബയോട്ടിക് ചെയ്യുക. അപ്പോൾ വേറെ ആൾ പോലെ വിളിച്ച് അന്വേഷിച്ച് പോലും പറഞ്ഞു ഹോമിയോ മരുന്ന് കൊടുക്കാൻ. ഹോമിയോ മരുന്ന് കൊടുക്കുക, പക്ഷേ ഈ ക്രിട്ടിക്കലായി നിൽക്കുന്ന സമയത്ത് ഹോമിയോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫലിക്കൂല. കാരണം ഹോമിയോ മരുന്ന് ടൈം എടുത്തിട്ടാണ് ശരീരത്തിൽ കയറുള്ളൂ. നേരെ മറിച്ച് അലോപ്പതി അങ്ങനെയല്ല, അലോപ്പതി ആണ് ഉടനടി കയറണം. അപ്പോൾ അതാ പറഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക് ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക് ചെയ്യാൻ വേണ്ടി വരും. അവിടെ നമ്മളെ നാടൻ മരുന്നും പിന്നെ യൂനാനിയും അതേപോലെ ഇതൊന്നും ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആട് നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ ഓട് പറഞ്ഞത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണുക, ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക, ഏറ്റവും ചുരുക്കി 3 ദിവസം ചെയ്യുക. ഓരോത് ചെയ്തു. തുടക്കത്തിൽ തന്നെ ആൻറ്റിബയോട്ടിക് ചെയ്തു. ഇപ്പോൾ ആടിനൊരു കുഴപ്പമില്ല, അത്യാവശ്യം പാലും ഉണ്ട്, ആടിനും കുഴപ്പമില്ല, അകടും കാര്യങ്ങളൊക്കെ ഉള്ളത്. നേരെ മറിച്ച് ഹോമിയോമിൽ പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാറി കിട്ടൂല. കാരണം ഹോമിയോ എന്തെന്നായാലും തുടക്കത്തിൽ ചെയ്യാൻ പറ്റണം. തുടക്കത്തിൽ വെച്ചാൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊന്നും ഹോമിയോ മരുന്ന് ഫലിക്കൂല. ഇപ്പോൾ നീര് വരുന്ന സമയത്ത് വേണമെങ്കിൽ ഹോമിയോ മരുന്ന് നമുക്ക് കൊടുക്കാം. കാരണം വെച്ചാൽ നീര് സാവകാശം മാറ്റിയെടുക്കുന്ന സാധനമാണ് ഹോമിയോ മരുന്ന്. നീര് അധികരിച്ച് അതിൻ്റെ കളർ വ്യത്യാസം വന്നിട്ട് നമ്മൾ ഹോമിയോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റൂല. പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഹോമിയോ മരുന്ന് കൊടുത്തോളി നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന്. ഹോമിയോ മരുന്നായാലും ഏത് മരുന്ന് നമ്മൾ പരീക്ഷണത്തിന് നിൽക്കരുത്. ക്രിട്ടിക്കലായി നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പരീക്ഷണം അടുത്ത ഡോക്ടർ സേവനം നേടുക, ഒന്നുകിൽ രക്തം പരിശോധിച്ച് നിർണ്ണയിക്കുക, രോഗം നിർണ്ണയിക്കുക, അതിനുള്ള മരുന്ന് കൊടുക്കുക. ആൻറ്റിബയോട്ടിക് ചെയ്യേണ്ടി വന്നാൽ ചെയ്യണമാണ്. ചിലവർ ചോദിച്ചു ചെനയിലാണ് ആട് ഇങ്ങനെ അവസ്ഥയിലാണ്, അപ്പോൾ ആൻറ്റിബയോട്ടിക് ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം. ചെന പോകുന്നേ ഉള്ളൂ, പക്ഷെ ആട് ബാക്കിയായി കിട്ടൂലേ. ചിലവർ ചെനയെ നിൽക്കുന്ന സമയത്ത് ആടിന് പനിക്കുണ്ട് അറിയും, അപ്പോൾ ഗുളിക കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. പനിക്കുണ്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട ആവശ്യമില്ല, പനിൻ്റെ ഗുളിക കൊടുക്കാമല്ലോ, പാരസിറ്റമോൾ കൊടുക്കാം. അത് കൊടുക്കാൻ വരെ ചിലവർ പറയാ കൊടുക്കരുത്, ചെന നഷ്ടപ്പെടുന്നത്. ഞാൻ പറയും ആട് ബാക്കിയായിട്ടില്ല ചെന, ആട് കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ട് പോയിട്ട് പിന്നെ എന്ത് ചെന ഉണ്ടായിട്ട് എന്തെന്നാ. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് കിട്ടുമോ. കാരണം എനിക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കണം, അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞത് ഞാൻ. കാരണം പലരും വിളിച്ചിട്ട് ചോദിച്ചു ചെനല്ലേ, ചെന ആകുമ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ വെച്ച് നിങ്ങൾക്ക് ആടോ വേണ്ടിയത് ചെനയോ വേണ്ടിയത് ചോദിച്ചു. ആടുണ്ടായിട്ടല്ലേ ചെന ഉണ്ടാവുള്ളൂ.
അപ്പോൾ ചെന ആയാലും ആടും ബാക്കിയാലും ആദ്യം മരുന്നെടുത്ത് ആടിൻ്റെ ജീവൻ ബാക്കിയാക്കാൻ നോക്കി, എന്നിട്ടല്ലേ നമുക്ക് ചെന ടെസ്റ്റ് ചെയ്യല്. ചെന നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. ആദ്യം ആടിൻ്റെ അസുഖം മാറ്റിയിട്ടാണ് ചെനനെ പിന്നെ നോക്കല്. ചിലർ അസുഖമാണ് ചെനയാണ് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ പ്രസവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തുക്കും. അത് പ്രസവത്തോട് കൂടിയിട്ട് ആടും പോവും, ഒന്നും ചരി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കുട്ടീനെയും കിട്ടില്ല, ആടിനെയും കിട്ടാത്തൊരവസ്ഥയ്ക്ക് എത്തുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. പക്ഷേ സ്ട്രോങ് കുറച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക, ചെന നിലനിർത്താൻ പറ്റുമോ നോക്കുക, അല്ലാതെ ചികിത്സ ചെയ്യാക്കരുത്. പലരോടും നിർദ്ദേശം വെക്കാല, പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞതാട്ടത്. ഇത്തരം കാര്യങ്ങൾ നമ്മളെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ ആൾക്കാർക്ക് ഇതിൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതും തള്ളാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും. തള്ളേണ്ടവർക്ക് തള്ളാം, ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം.